ഹായ്, നമുക്ക് എളുപ്പത്തിലൊരു തനി നാടൻ രസം ഉണ്ടാക്കിയാലോ. അതിന് വാളംപുളി വെള്ളത്തിലിടുക, വെളുത്തുള്ളി, കുരുമുളക്, ജീരകം ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുക്കണം. നന്നായിട്ട് തന്നെ ക്രഷ് ചെയ്യുക. ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഓണിയൻ, ഗ്രീൻ ചില്ലി, കറി ലീഫ് ഇതെല്ലാമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ട് ഒന്ന് ഇളക്കി കൂട്ടി കഴിഞ്ഞ് അത് ഒരുപാട് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കിയ കുരുമുളകിൻ്റെയും വെളുത്തുള്ളിയും മിക്സ് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കുക. ടൊമാറ്റോ ഒന്ന് വഴണ്ട് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടിട്ട് ഒന്നും കൂടി സോട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് കായം ഇട്ട് കൊടുക്കുക. പച്ചക്കായം തന്നെ ഇടണം. കായപ്പൊടി ഇട്ട് എത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. കായം ഇട്ട് വെള്ളത്തിൽ കിടന്ന് കായമൊക്കെ ഒന്ന് വേകുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത്. അതിലേക്ക് വാളംപുളി ഉപ്പിട്ട വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുക. ഉപ്പ് വേറെ ഇടേണ്ട ആവശ്യമില്ല. ഉപ്പ് ഓൾറെഡി വാളംപുളിയിൽ ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇടുക. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി അവസാനം മാത്രം ഇടാൻ പാടുള്ളൂ. മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ നേരത്തെ ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടിയുടെ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ, രസത്തിൻ്റെ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി അവസാനം മാത്രം ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. വറ്റി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കുക. ശർക്കര ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് തിളക്കണം. അതിന് ശേഷം മല്ലിയില ഇട്ട് കൊടുക്കുക. മല്ലിയില ഇട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ രസം റെഡിയായി. തനി നാടൻ രസം. ഇത് പനിയൊക്കെ വന്നിട്ട് വായ്ക്ക് ടേസ്റ്റ് ഇല്ലാത്തവർക്ക് കഴിക്കാനും എല്ലാത്തിനും, ചോറിൻ്റെ കൂടെ ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാനും എല്ലാത്തിനും നല്ല ടേസ്റ്റാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക.